ജയിൽവാസമൊക്കെ എങ്ങനെ ഉണ്ടായി? അതിന് പോലീസുകാരൻ വിചാരിച്ചിട്ട് കാര്യമില്ല, മജിസ്ട്രേറ്റ് കൂടി വിചാരിക്കും. നമ്മുടെ ഇവിടെ കോടതി ഉണ്ടല്ലേ, കോടതിയാണ് തീരുമാനിക്കണം ഒരാൾ ജയിലിൽ പോകണോ വേണ്ടയോ എന്നുള്ളത്. അല്ല, അപ്പോൾ ആഘോഷിക്കായിരുന്നല്ലോ എല്ലാവരും താങ്കളെ അറസ്റ്റ് ചെയ്ത്. ശരിക്കും അത് നിയമവിരുദ്ധമല്ലേ താങ്കൾ ചെയ്തത്? ഒരു ഓഫീസിൽ കയറി അങ്ങനെ പ്രതിഷേധം കാണിക്കാൻ പറ്റുമോ? അവരെ നിങ്ങൾ കൊണ്ടുപോയ കസേരയിലിരുന്ന്, അവിടെ കസേരകളുണ്ടല്ലോ, അവിടെ സംസാരിക്കാൻ. ഞാൻ അവിടെ പോയി നിന്ന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു RC തരില്ല എന്ന് പറഞ്ഞു. RC തരാനായിട്ട് പ്രിന്റ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു RC കിട്ടാണ്ട് ഞാൻ വീട്ടിലോട്ട് പോകില്ല. താങ്കളുടെ വാഹനത്തിന്റെ ആയിരുന്നു? എൻ്റെ വാഹനത്തിൻ്റെ. കൊടുത്തിട്ട് കഴിഞ്ഞ നവംബറിൽ കൊടുത്തത്. നവംബറിൽ കൊടുത്തു. ഡിസംബറിൽ എനിക്ക് ഫംഗ്ഷനുമായി കിട്ടി. എനിക്ക് RC പ്രിന്റ് ചെയ്ത് തരണ്ടേ. എന്നെ തേവര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരുത്തി നിങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പോലീസുകാരെല്ലാവരും മാന്യമായിട്ടാണ് പെരുമാറി. എന്നെ ഫോണൊക്കെ ഉപയോഗിക്കാനുള്ള അവസരമൊക്കെ തന്നെ. ഒന്നിനും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന വക്കീൽ അമിത്താണ് എൻ്റെ കൂടെ വന്നത്. അമിത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആലുവയിൽ നിന്ന് ഓടി വന്നു. അമിത് പറഞ്ഞു അപ്പോൾ പോലീസുകാരുണ്ട്, എനിക്ക് തോന്നുന്നത് മനോജ് എന്ന് പറഞ്ഞൊരു SI ആണ് എന്നെ അറസ്റ്റ് ചെയ്തേക്കുന്നത് തേവര സ്റ്റേഷനിൽ. SI പറഞ്ഞു വക്കീൽ വന്നപ്പോൾ പറഞ്ഞ ആൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ വേറൊരു ആവശ്യത്തിലേക്കായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ഫുഡ് ഞങ്ങൾ മേടിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കില്ല, ഞാൻ പ്രതിഷേധിച്ചിരിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അങ്ങോട്ടും എന്തിനാണ് പ്രതിഷേധം? നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിവൈരാഗ്യമൊന്നുമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത് പോലീസുകാരെല്ലാവരും. കാരണം എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന കൂട്ടത്തിൽ വന്ന ആ ഒരു പോലീസുകാരന് പോലും RC കിട്ടിയിട്ടില്ല. 1.5 മാസമായിട്ട് അയാൾ ഓടിക്കണം. അപ്പോൾ അയാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ യൂണിഫോം അയച്ചു വെച്ച് നിങ്ങൾ ആ RT ഓഫീസിൽ ചെന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ നിങ്ങളോടും പറയുന്നത് ഞങ്ങളുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു, നിങ്ങൾ ഇനി പ്രിൻറ്റിങ് അവിടെയാണ്, അവിടെ പോയി ചോദിച്ചോളാൻ പറയും. ഇതന്നെയല്ലേ പറയണത്? അത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഇനി പറഞ്ഞ കാര്യങ്ങൾ തീർത്തു. എന്നാ രാത്രി ആരെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് എന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഈ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് എന്താണെന്ന് ചോദിക്കണേ? ആ 353 വകുപ്പ് ഇട്ടിട്ടാണ് ഔദ്യോഗിക അവരെ ജോലി തടസ്സം നേരിടേണ്ടി വന്നു പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് പൊതുജനങ്ങൾക്ക് പോയി ചോദിക്കാനുള്ള അവകാശമില്ലേ? പിന്നെ ചോദിക്കാനുള്ള അവകാശമില്ലേ? അപ്പൊ ഇത് ഇപ്പൊ നിയമവിരുദ്ധമായിട്ടല്ല അപ്പൊ ഇവരിങ്ങനെ കേസ് എടുത്തേക്കണത്. അപ്പൊ ആരും കേസ് പരാതി കൊടുത്തതാരാ? പരാതി കൊടുത്തേക്കണ ക്ലർക്കിന്റെ പേരിലാണ് പരാതി കൊടുത്തത്, ഉദ്യോഗസ്ഥനല്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ ക്ലർക്കിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, ക്ലർക്കിനൊരിക്കലും നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണ്. വേണ്ട, കളമശ്ശേരി മുനിസിപ്പാലിറ്റി എടുക്കാം. ഞാൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റി പോയിട്ട് ഞാൻ അവിടെ ഇരിക്കണ പിയൂണിൻ്റെ ചെക്കള്ളം പൊത്തി ഒരെണ്ണം കൊടുത്താൽ അത് ഞാനും പിയൂണും തമ്മിലുള്ള ഇഷ്യൂവാണ്. സർക്കാരായിട്ട് യാതൊരു ബന്ധമില്ല. സർക്കാരായിട്ടല്ലോ, ഞാൻ അവൻ്റെ ചെക്കള്ളം പൊത്തിയല്ലേ കൊടുത്തത്. അപ്പം ഞാനും അവനും തമ്മിലല്ലേ ഇഷ്യൂ. ഞാൻ അവിടെ ഇരിക്കുന്ന സർക്കാർ ടേബിൾ എടുത്ത് നശിപ്പിച്ച് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള എല്ലാവരുടെയും ജോലി തടസ്സപ്പെടുത്തി ആര് കൊടുക്കണം പരാതി? ഒന്നെങ്കിൽ സൂപ്രണ്ട്, താഴത്തിരിക്കുന്ന സൂപ്രണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ സെക്രട്ടറി കൊടുക്കണം പരാതി. അല്ലാണ്ട് ക്ലർക്ക് കൊണ്ടുപോയിട്ട് ക്ലർക്കിനാണ് കേരള സംസ്ഥാനത്തിന് മുഴുവൻ ഓഫീസുകളുടെ ചുമതല കൊടുത്തേക്കണത്. ജിയോ ഉണ്ടെന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പം അതൊന്നുമില്ലല്ലോ, ക്ലർക്കിനെന്ത് അധികാരം? എന്നെ ഇത് ചെയ്യണമെങ്കിൽ ക്ലർക്കിനല്ല, സൂപ്രണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ MVI കൊടുക്കണം, അല്ലെങ്കിൽ MVD കൊടുക്കണം. ഇവരാരും കൊടുത്തില്ലല്ലോ. ഇവരെന്ത് ചെയ്യും? ഒരു ഓഫീസിൽ ഇവരൊക്കെ വേണ്ടേ? സാധാരണ ക്ലർക്കിനെ കൊണ്ടാണ് പരാതി കൊടുത്തേക്കണ. ക്ലർക്കാരാ? ക്ലർക്കിന് കേരള സംസ്ഥാനത്തിലെ എല്ലാ ഓഫീസുകളും ഇത് കൃത്യമായിട്ട് പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കണവനെയൊക്കെ പിടിച്ച് ക്ലർക്കാക്കും. എന്നിട്ട് ക്ലർക്കിനെ വെച്ച് പരാതി കൊടുത്ത് പേടിപ്പിക്കാമെന്ന് നമുക്ക് വിചാരിച്ചാൽ നടക്കൂല. അത് കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് കോടതി എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രി എന്നെ പറഞ്ഞു സ്വന്തം ജാമ്യത്തിൽ എന്നെ രാത്രി 11 മണിക്ക് മജിസ്ട്രേറ്റിന് 10 മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു സെൽഫ് ബോണ്ടിൽ വീട്ടിൽ പൊക്കോ, നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ വേണം. ഇന്ന് രാവിലെ ഞാൻ 11 മണിക്ക് കൃത്യമായിട്ട് ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരായി. മജിസ്ട്രേറ്റ് പറഞ്ഞു അവർ പറയുന്ന റീസണാണ്, APP പറഞ്ഞ ഇതാണ്. ഞാനവിടെ വീഡിയോ എടുത്തു. നാളെ ഇവൻ ഇതേപോലെ മറ്റുള്ളവനും വന്ന് ചോദിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കൂലേ? ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കണവന് പെർമിറ്റ് വേണ്ടേ? ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ്, ആ പോണ ഓട്ടോറിക്ഷയാണല്ലോ, ആ ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ് വേണം. ആ പെർമിറ്റ് വേണമെങ്കിൽ RC വേണ്ടേ? ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ RC വേണ്ടേ? എല്ലാത്തിനും RC വേണ്ടേ? എന്നിട്ട്
ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യം വന്ന പണയം വെക്കാനായിട്ട് RC ഉപയോഗിക്കില്ലേ? ഇല്ലേ? പിന്നെ ഈ RC ആവശ്യമുള്ള സാധനമല്ലേ? ഇവരിപ്പോ തരാതിരിക്കുന്ന കാരണം തരാതിരിക്കാനായിട്ട് ഇവരൊരു 7.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തിരുമറി നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പ് നടത്തിയത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രം കാണിച്ച ഒരു അഭ്യാസമാണ്. അപ്പൊ ഇത് ഈ അറസ്റ്റിൽ പേടിച്ച് ബോസ്കോ പിന്തിരിഞ്ഞ് പോയിക്കോളും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അവര് വിചാരിച്ചിരുന്നത് ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് ആരും ചോദിക്കാൻ വരില്ല, ഞാനൊരു മിത്രങ്ങളെ ആരെയും ഉണ്ടാക്കിയിട്ടില്ല, ശത്രുക്കളെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്നാണ് അവർ. എല്ലാവരും ബോസ്കോക്ക് തിരിഞ്ഞോളും, ഉള്ള ചാനലൊക്കെ വന്നോളും, അതുവഴി ബോസ്കോടെ പെട്ടിപ്പൊട്ടി എന്നാണ് അവര് വിചാരിച്ചത്. പക്ഷെ ഞാനുണ്ടാക്കിയത് ഒരു ഉദ്യോഗസ്ഥനെതിരെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യം പറഞ്ഞ, അല്ലെങ്കിൽ അയാളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരു പബ്ലിക് ഇഷ്യൂ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഉദ്യോഗസ്ഥനും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഉദ്യോഗസ്ഥൻ എൻ്റെ പേരിൽ അനാവശ്യമായിട്ട് ചെയ്തത് സേവനാവകാശം എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടല്ലോ, ഇല്ലേ? അവർക്ക് 347 ഉള്ളെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടായിട്ട് ഇന്നലെ മുഖ്യധാര മാധ്യമങ്ങളിലടക്കം എല്ലാത്തിലും വാർത്ത വന്നിട്ടുണ്ട്, ഇല്ലേ? ബോസ്കോ കളമശ്ശേരി ജയിലിൽ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ എല്ലാത്തിലും വാർത്തയാണ്. എനിക്ക് നാണക്കേടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചീഫ് സെക്രട്ടറി അടക്കം എല്ലാവരെയും, എനിക്ക് ചീഫ് സെക്രട്ടറി ഉത്തരം പറയേണ്ടോ ചീഫ് സെക്രട്ടറിയാണ്. ഞാൻ ചീഫ് സെക്രട്ടറി അടക്കം ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ മജിസ്ട്രേറ്റ് കോടതിക്ക്. കോടതിയിൽ ആശങ്കണ്ടെന്ന് പറഞ്ഞു താങ്കൾക്ക്? 3 വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കേരള സംസ്ഥാനം വിട്ടു പോകരുത്. ഒന്ന്, എല്ലാ ശനിയാഴ്ചയും 3 മണിക്കും 5 മണിക്കും ഇടയിൽ ഏവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിട്ട് കൊടുക്കണം. 3ാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ഓഫീസിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കണം. ഇപ്പോഴും എനിക്ക് ചോദിക്കാം, പക്ഷെ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉണ്ടാക്കണം. കോടതി പറഞ്ഞാൽ ഞാനിനി അങ്ങോട്ട് പോണില്ല. എനിക്ക് RC വേണ്ട. എൻ്റെ വണ്ടി വീട്ടിൻ്റെ മുറ്റത്ത് കിടന്നോട്ടേന്നേ. ഡീസൽ വണ്ടിയാണ്. ഒരാഴ്ചയിൽ കൂടുതൽ ഉപയോഗിക്കാണ്ടിരുന്ന എന്തൊക്കെ ഡാമേജ് സംഭവിക്കുമെന്ന് എന്നെക്കാളും നന്നായിട്ട് MVD ഉദ്യോഗസ്ഥനറിയാമല്ലോ. ഞാൻ ഇവരുടെ ചിലവിൽ ഞാൻ പുത്തൻ വണ്ടി വീട്ടിലോട്ട് ഇട്ടു. ആ വണ്ടി അവരെടുത്തോട്ടെ. അവർ വാശിയിലാണ്. ഞാൻ ആ വാശിയിൽ തന്നെ. എനിക്ക് RC വേണ്ട. എനിക്ക് RC വേണ്ടെന്നേ. അല്ല, ഇപ്പൊ ഈ RC ഡിലേ വരാനുള്ള കാരണം എന്താ ഇവര് പറയണേ? ഒരു 7.5 കോടിയുടെ തിരിമറി നടത്തിയത്. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നുമില്ല. പ്രിന്റിങ്ങും പേപ്പറില്ല, മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങൾ ഇപ്പം എൻ്റെ വണ്ടി ഞാൻ 745 രൂപ 700 രൂപ അവർക്കും 45 രൂപ തപാൽ വകുപ്പിനും കൊടുത്തോ. കഴിഞ്ഞ 1.5-2 മാസമായിട്ട് തപാലിൽ കാശ് കൊടുക്കാത്തതുകൊണ്ട് തപാൽ സേവനം നിർത്തിയെന്നും പറഞ്ഞ് വാർത്ത കണ്ടായിരുന്നോ? കാർഡ് പ്രിന്റ് ചെയ്യേണ്ടവർക്ക്, കാർഡ് സപ്ലൈ ചെയ്തവർക്ക് കാശ് കൊടുക്കാത്തതിന് പേരിൽ കാർഡ് സപ്ലൈ ചെയ്യുന്നത് നിർത്തിയെന്നും പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത കണ്ടിരുന്നോ? എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് ഈ ദിവസങ്ങളിൽ ചെയ്യും. ഇൻഷുറൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതി എൻ്റെ പേരിലേക്ക് RC മാറിയിട്ട് എൻ്റെ പേരിലാണ് ഇപ്പോൾ RC ഇറങ്ങുന്നത്. ഓൺലൈനിൽ തപ്പിയാൽ കിട്ടും. ഇപ്പോൾ ഇൻഷുറൻസ് മാറണമെങ്കിൽ ഒറിജിനൽ RC വേണോ? അപ്പോൾ ഇതൊന്നും അവർ കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് RC ചോദിക്കുമ്പോൾ എൻ്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് ബോസ്കോ കളമശ്ശേരി ജയിലിൽ പോയി കിടക്കും. ഇന്ന് രാവിലത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ എല്ലാവരും കണ്ട വാർത്ത ബോസ്കോ കളമശ്ശേരി ജയിലിലേക്ക് അല്ലേ? ആഘോഷിച്ചോ? നാണക്കേടുണ്ടായ എനിക്ക് കുടുംബത്തിനും എനിക്ക് നാണക്കേടുണ്ടായത് പോട്ടെ, വീട്ടുകാരും ബാക്കി എല്ലാവരും നാണക്കേടുണ്ടായി. അതിനെനിക്ക് 1 കോടി രൂപ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഈടാക്കി കിട്ടും. ഒരു വാഹനം അപകടം ഉണ്ടായി കഴിഞ്ഞ് ഇവർക്ക് ചാകരയാണ്. ഇപ്പോൾ ഞാനല്ലാതെ നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് പോകും, നിങ്ങൾ RC കിട്ടിയിട്ടില്ല, ഇൻഷുറൻസ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താണ്, RC ചേഞ്ച് ചെയ്തില്ല, നിങ്ങൾ ഒരാളെ ഇടിച്ചു. ഉദ്യോഗസ്ഥൻ ആദ്യം വന്നിട്ട് പറയണത് എന്താണ്? ചെയ്യാതെ ഭയങ്കര പ്രശ്നവും. അതെ, എപ്പോഴാണ് അറിയണത്? കോടതിയിൽ കേസ് പറഞ്ഞ് എല്ലാം കഴിയുമ്പോഴായിരിക്കും പറയണത്. നിങ്ങളുടെ പേരിൽ RC, നിങ്ങളുടെ പേരിലും ഇൻഷുറൻസ് വല്ലവരുടെ പേരിലാണ്. ക്ലെയിം കിട്ടൂല. അപ്പം ഇവർ എന്തു പറയും? അപ്പോഴാണ് ഇവിടെ ഓരോരുത്തരും ചിന്തിക്കണത്. അപ്പം കഴിഞ്ഞ ദിവസം അവിടെ ഒരു അപകടം ഉണ്ടായി. പുത്തൻ വണ്ടി റേസിംഗ് നടത്തി. അത് ഞാൻ വേറൊരു വണ്ടിയായിട്ടാണ് ഇരിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴയ വണ്ടിയാണെങ്കിലോ
പുതിയ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി കൈമാറ്റം ചെയ്തിട്ടാണെങ്കിലും RC ഉണ്ടോ, ഇൻഷുറൻസ് ചേഞ്ച് ആവും. ഇപ്പം എന്ത് പറ്റും? കേട്ടാ, വലിയ വിഷയങ്ങൾ പറയുന്നത്. ഇതിൻ്റെ പുറകിൽ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാനും ഇൻഷുറൻസ് കമ്പനികളായിട്ട് കൈക്കൂലി ഒരു നല്ലൊരു ശതമാനം കൈക്കൂലിക്ക് വേണ്ടിയിട്ട് ചെയ്ത വെറും നാടകം മാത്രമാണ്. ഇത് ഞാൻ അംഗീകരിക്കില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിയമപരമായിട്ട് നേരിടും. അതെൻ്റെ ഉറച്ച നിലപാടാണ്. നിയമത്തിൻ്റെ വഴി കൂടെ പോകണതാണ് എനിക്കിഷ്ടം. അപ്പോൾ താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ നിയമത്തിൻ്റെ വഴി കൂടി തന്നെ പോട്ടെ. എന്നാലും ഈ ഇത്രയും വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് RC ബുക്കുകളെല്ലാം അതാത് ഓണർമാർക്ക് അയച്ചു കൊടുക്കാനുള്ള കൊടുക്കരുത്. ഇനിയും നിങ്ങൾ കാലാംശം കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വന്ന് ആരെങ്കിലുമൊക്കെ ചൂടാവും. അല്ല, നിങ്ങൾ ഇനിയും എടുക്കണം. കാരണം ഒരാൾക്ക് നിങ്ങൾ RC ബുക്ക് കൊടുക്കരുത്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും എല്ലാവരെയും പിടിച്ച് ജയിലിലിടണം. അങ്ങനെ ജയിലിൽ നടക്കണം. അങ്ങനെ ജനവാസമില്ലാത്ത കേരളം ആയി മാറണം. അങ്ങനെ മാറണം. വാഹനങ്ങളൊന്നുമില്ലാത്ത നടക്കുന്ന യാത്രക്കാർ മാത്രമായിട്ട് കേരളത്തിലെ തെരുവുകൾ മാറണം. ബാക്കിയെല്ലാം അവിടെ തന്നെ. ചലനമില്ലാത്ത കേരളം. കാരണം ചോദ്യം ചോദിക്കുന്നത് എല്ലാവരെയും പിടിച്ച്, വാഹനമുള്ള എല്ലാവരെയും പിടിച്ച് കേരളത്തിലെ ജയിലുകളിൽ അടയ്ക്കണം. എന്നാലാണ് നിങ്ങളുടെ അഴിമതികൾ വീണ്ടും ഒന്നും കൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത്രേ ഉള്ളൂ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷിത പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഒരു കാര്യത്തിനും എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കോടതിയിൽ വിശ്വാസമുള്ള എനിക്ക് കോടതിയിൽ വിശ്വാസമുള്ളതുകൊണ്ടല്ല അവരെന്നെ എൻ്റെ വക്കീൽ പറഞ്ഞല്ലേ, ബാക്കി എല്ലാവരും പറഞ്ഞല്ലേ, ഞാൻ വിളിച്ച് പറയാടാന്ന് പറഞ്ഞല്ലോ. എനിക്കൊരാളുടെ റെക്കമെൻഡേഷൻ വേണ്ട, എനിക്കൊരു ഇതും വേണ്ട. ഇനി കോടതി തീരുമാനിക്കട്ടെ ബോസ്കോയുടെ കാര്യത്തിലും പൊതുജനങ്ങളുടെ കാര്യത്തിലും RC ബുക്ക് എത്രയും വേഗം കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥൻ വീട് സ്ഥലമൊക്കെ കണ്ടുവച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.